വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ത്യൻ നവോത്ഥാനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതില് രാജാറാം മോഹൻ റോയ്, ബ്രഹ്മസമാജം, സ്വാമി ദയാനന്ദ സരസ്വതി, ആര്യ സമാജം തുടങ്ങിയവയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ്. അദ്ദേഹത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ ശ്രീരാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്ന സംഘടനയെ കുറിച്ചൊക്കെ നമുക്ക് ഇന്ന് പഠിക്കാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. സ്വാമി വിവേകാനന്ദൻ ജനിക്കുന്നത് 1863 ജാനുവരി 12-നാണ്. 1863 ജാനുവരി 12-ന് നരേന്ദ്രനാഥ ദത്ത എന്ന പേരിലാണ് അദ്ദേഹത്തിന്റെ ജനിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന പേര് നരേന്ദ്രൻ എന്നാണ്. നരേന്ദ്രനാഥ ദത്ത എന്നും ബുക്കുകൾ പറയുന്നുണ്ട്. അപ്പൊ രണ്ട് പേര്, നരേന്ദ്രൻ എന്നും നരേന്ദ്രനാഥ ദത്ത എന്നും അറിയപ്പെടുന്നു കേട്ടോ ഇദ്ദേഹം. ഇനി ഇദ്ദേഹം ജനിച്ച ദിവസം ഉണ്ടല്ലോ ജാനുവരി 12, നമ്മൾ ദേശീയ യുവജന ദിനായിട്ട് ആഘോഷിക്കുകയാണ്. അപ്പൊ ജാനുവരി 12 ദേശീയ യുവജന ദിനാണ്. 1863 ജാനുവരി 12-ന് സ്വാമി വിവേകാനന്ദൻ ജനിക്കുന്നു. അദ്ദേഹം ജനിച്ച ദിവസം ജാനുവരി 12-നെ നമ്മൾ ദേശീയ യുവജന ദിനായിട്ട് ആഘോഷിക്കുന്നു. അദ്ദേഹത്തിന്റെ ശരിയായിട്ടുള്ള പേര് സ്വാമി വിവേകാനന്ദൻ എന്നല്ല. ജനിച്ചപ്പോൾ അദ്ദേഹത്തിന് നരേന്ദ്രനാഥ ദത്ത അല്ലെങ്കിൽ നരേന്ദ്രൻ എന്നൊക്കെയായിരുന്നു പേര്. ഇനി അദ്ദേഹത്തെ ബേലൂർ സ്വാമി എന്ന ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പൊ ബേലൂർ സ്വാമി എന്നറിയപ്പെടുന്നു ആരെന്നെയാണ്? സ്വാമി വിവേകാനന്ദൻ തന്നെയാണ്. കൂടാതെ ബ്രാഹ്മണ സന്യാസി, പോരാളിയായ പ്രവാചകൻ എന്നീ പേരുകളിലൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നു. അപ്പൊ ബ്രാഹ്മണ സന്യാസി എന്നും പോരാളിയായ പ്രവാചകൻ എന്നും ഒക്കെ അറിയപ്പെടുന്നത് ആരെന്നെയാണ്? നമ്മുടെ സ്വാമി വിവേകാനന്ദനാണ് കേട്ടോ. 1897 അദ്ദേഹം കൽക്കത്തയിലെ ബേലൂർ എന്ന് പറയുന്ന സ്ഥലം ആസ്ഥാനമായി ശ്രീരാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്ന സംഘടന ആരംഭിക്കുന്നു. അപ്പൊ സ്വാമി വിവേകാനന്ദൻ കൽക്കത്തയിലെ ബേലൂർ ആസ്ഥാനമായി ആരംഭിച്ച സംഘടനയുടെ പേര് എന്താണ്? ശ്രീരാമകൃഷ്ണ മിഷൻ എന്നാണ്. ആരംഭിച്ച വർഷം 1897 എന്ന് ഓർത്തുവെക്കുക. ഈ ശ്രീരാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്ന സംഘടനയുടെ ആപ്തവാക്യം എന്താണ്? ആത്മാനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച എന്നാണ്. ആത്മാനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച എന്നാണ് എന്തിന്റെ ആപ്തവാക്യം? രാമകൃഷ്ണ മിഷന്റെ ആപ്തവാക്യം. ഈ ശ്രീരാമകൃഷ്ണ മിഷന് ഒരു വനിതാ വിഭാഗമുണ്ട്. രാമകൃഷ്ണ മിഷന് ഒരു വനിതാ വിഭാഗമുണ്ട്. ആ വനിതാ വിഭാഗത്തിന്റെ പേര് ശാരദാ മഠം എന്നാണ്. എന്താണ്? ശാരദാ മഠം എന്നാണ്. അപ്പൊ ശ്രീരാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ശാരദാ മഠം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി അടുത്തത് ഈ ബംഗാളില് ബേലൂരിനെ, കൽക്കത്തയില് വെസ്റ്റ് ബംഗാളിലെ ബേലൂരിനെ അദ്ദേഹം 1897 രാമകൃഷ്ണ ആശ്രമവും സ്ഥാപിക്കുകയുണ്ടായി. ഇപ്പൊ രാമകൃഷ്ണ ആശ്രമവും സ്ഥാപിച്ചത് എവിടെ തന്നെയാണ്? ബേലൂർ തന്നെയാണ്. വർഷം ഏത് തന്നെയാണ്? 1897 തന്നെയാണ്. 1897 വെസ്റ്റ് ബംഗാളില് കൽക്കത്തയില് അല്ലെ ബേലൂരില് അദ്ദേഹം ശ്രീരാമകൃഷ്ണ മിഷൻ ആരംഭിക്കുന്നു. അതിന്റെ ആപ്തവാക്യം ആത്മാനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച്ച എന്നാണ്. അതിന്റെ വനിതാ വിഭാഗം ശാരദാ മഠം എന്നറിയപ്പെടുന്നു. 97 തന്നെ രാമകൃഷ്ണ ആശ്രമവും ഇദ്ദേഹം സ്ഥാപിക്കും. ഇനി ശ്രീരാമകൃഷ്ണ എന്താ പറയാ മിഷൻ, അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള പോലെ തന്നെ ഈ സ്വാമി വിവേകാനന്ദന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് വചനങ്ങളുണ്ട്. അദ്ദേഹം ഇത്തരം കൊട്ടേഷൻസ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വളരെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് വചനങ്ങൾ നമുക്ക് പഠിച്ചു വെക്കാം. ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിന്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിനാവശ്യം എന്ന് പറഞ്ഞത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിന്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിനാവശ്യം. അടുത്തത്, ധനവും പദവിയും അധികാരവുമല്ല, ആവശ്യം വിവേകമാണ്. ധനവും പദവിയും അധികാരവും ഒന്നുമല്ല ആവശ്യം എന്താണ്? ആവശ്യം വിവേകമാണ് എന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ്. സംഘടന ശക്തിയാണ്, അതിന്റെ രഹസ്യം അച്ചടക്കമാണ് എന്ന് ഉദ്ഘോഷിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. സംഘടന ശക്തിയാണ്, പക്ഷെ അതിന്റെ രഹസ്യം എന്താണ്? അച്ചടക്കമാണ്. പട്ടിണി കിടക്കുന്നവനോട് മതബോധനം നടത്തുന്നത് അവനെ പരിഹസിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞതും സ്വാമി വിവേകാനന്ദനാണ്. പട്ടിണി കിടക്കുന്നവനോട് മതബോധനം നടത്തുന്നത് അവനെ പരിഹസിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞത് ആരെന്നെയാണ്?
നമ്മുടെ സ്വാമി വിവേകാനന്ദനാണ്. ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇനി പറയാൻ പോണേ. ഉത്തിഷ്ഠത ജാഗ്രത, പ്രാപ്യ വരാൻ നിബോധത. അതായത് എഴുന്നേൽക്കൂ, അതുപോലെ തന്നെ ഉണർന്നിരിക്കൂ, ലക്ഷ്യപ്രാപ്തി വരെ യത്നിക്കൂ എന്ന് ഉദ്ബോധനം ചെയ്തതും സ്വാമി വിവേകാനന്ദനാണ്. ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തതും ആരെന്നെയാണ്? നമ്മുടെ സ്വാമി വിവേകാനന്ദനാണ്. ഇനി മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും അതുപോലെ തന്നെ ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞതും ആരെന്നെയാണ്? നമ്മുടെ സ്വാമി വിവേകാനന്ദനാണ് കേട്ടോ. ഇനി നമ്മള് എന്താ പറയുന്നത്? ദൈവത്തിൽ വിശ്വസിച്ചിട്ട് കാര്യമില്ല. നമ്മളെ എപ്പോ വിശ്വസിക്കും? നമ്മളെ സ്വയം വിശ്വസിക്കാതെ നമ്മൾ ദൈവത്തെ വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്ന്. യു കനോട്ട് ബിലീവ് ഗോഡ് അൺടിൽ യു ബിലീവ് യുവർ സെൽഫ്. കണ്ടോ? നമ്മളെ വിശ്വസിക്കാണ്ട് നമ്മൾ ദൈവത്തെ വിശ്വസിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ ആദ്യം നമ്മളിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞതും ആരെന്നെയാണ്? വിവേകാനന്ദൻ തന്നെയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിവേകാനന്ദനെ വിശേഷിപ്പിക്കുകയുണ്ടായി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവ് എന്ന സ്വാമി വിവേകാനന്ദനെ സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ വേദാന്ത ശിരോമണി എന്ന് സ്വാമി വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് വില്യം ജെയിംസ് ആണ്. വേദാന്ത ശിരോമണി എന്ന് വിളിച്ചത് വില്യം ജെയിംസ് ആണ്. ഈ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ ആദ്യമായി ഒരു പൊതുപ്രഭാഷണം നടത്തുന്നത് 1893 സെക്കന്ദരാബാദിലാണ്. 1893 സെക്കന്ദരാബാദിലാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള പ്രഭാഷണം 1893 സെപ്റ്റംബർ 11 ചിക്കാഗോ മതസമ്മേളനത്തിൽ വെച്ച് നടത്തിയതാണ്. അപ്പൊ ചിക്കാഗോ മതസമ്മേളനത്തില് സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്തത് 1893 സെപ്റ്റംബർ 11 ഈ സമ്മേളനത്തിന് ശേഷം അമേരിക്കൻ ജനത സ്വാമി വിവേകാനന്ദനെ സൈക്ലോണിക് ഹിന്ദു അഥവാ ചക്രവാത സദൃശനായ ഹിന്ദു എന്ന് വിശേഷിപ്പിക്കുന്നു. 1893 പരീക്ഷ ചോദിച്ച് മടുത്തൊരു ചോദ്യമാണ്. 1893 സെപ്റ്റംബർ 11 ചിക്കാഗോ മതസമ്മേളനം വിവേകാനന്ദൻ പങ്കെടുത്തത്. ഈ സമ്മേളനത്തില് നമ്മുടെ സ്വാമി വിവേകാനന്ദനോടൊപ്പം പങ്കെടുത്ത മലയാളിയാണ് രാജ രവിവർമ്മ. ആരാണ്? രാജ രവിവർമ്മ ട്ടോ. ഇനി അദ്ദേഹം 1894 വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് എന്ന സംഘടന ന്യൂയോർക്കിൽ ആരംഭിക്കുകയുണ്ടായി. അപ്പൊ ന്യൂയോർക്കിൽ വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് എന്ന സംഘടന 1894 ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള രണ്ട് മാസികകളാണ്. ഒന്ന് ഇംഗ്ലീഷിലുള്ള പ്രബുദ്ധ ഭാരതവും അടുത്തത് ബംഗാളിയിലുള്ള ഉദ്ബോധനം എന്നതും. അപ്പൊ പ്രബുദ്ധ ഭാരതം, ഉദ്ബോധനം തുടങ്ങിയവ സ്വാമി വിവേകാനന്ദന്റെ രണ്ട് മാസികകളാണ്. അതിൽ പ്രബുദ്ധ ഭാരതം ഇംഗ്ലീഷിലുള്ളതും ഉദ്ബോധനം ബംഗാളി ഭാഷയിൽ ഉള്ളതുമാണ്. ഇനി മാൻ ദ മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി എന്ന പ്രശസ്തമായിട്ടുള്ള പുസ്തകം രചിച്ചതും സ്വാമി വിവേകാനന്ദനാണ്. മാൻ ദ മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി എന്ന പ്രശസ്തമായിട്ടുള്ള പുസ്തകം രചിച്ചതും സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള 4 കൃതികളാണ് കർമ്മയോഗ, രാജയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ. സ്വാമി വിവേകാനന്ദന്റെ പ്രശസ്തമായ 4 വർക്കുകളാണ് കർമ്മയോഗ, രാജയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ തുടങ്ങിയവ. ഓർത്തുവെക്കണം. അടുത്തത് 1892 സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിക്കുന്നത്. 1892 സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചു. കേരളത്തെ അദ്ദേഹം ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പൊ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചതും സ്വാമി വിവേകാനന്ദനാണ്. 1902 ജൂലൈ 4 സ്വാമി വിവേകാനന്ദൻ അന്തരിക്കുന്നത് ബേലൂരിൽ വെച്ചാണ്. 1902 ജൂലൈ 4 ബേലൂരിൽ വെച്ച് സ്വാമി വിവേകാനന്ദൻ അന്തരിക്കുന്നു. വിവേകാനന്ദന്റെ പ്രസംഗത്തിൽ ആകൃഷ്ടയായി വിവേകാനന്ദന്റെ ശിഷ്യയായ
ബ്രിട്ടീഷ് വനിതയുടെ പേരാണ് സിസ്റ്റർ നിവേദിത. വിവേകാനന്ദന്റെ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ കേട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യയായ ബ്രിട്ടീഷ് വനിതയുടെ പേരാണ് സിസ്റ്റർ നിവേദിത. അവരുടെ ശരിയായ പേര് മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്നാണ്. അവരുടെ യഥാർത്ഥ നാമം മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്നാണ്. ഈ സിസ്റ്റർ നിവേദിതയുടെ ശിഷ്യനാണ് സുബ്രഹ്മണ്യ ഭാരതി. സിസ്റ്റർ നിവേദിതയുടെ ശിഷ്യനാണ് സുബ്രഹ്മണ്യ ഭാരതി. അദ്ദേഹം രചിച്ച ഗാനം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഗാനാണ് ഓടി വിളയാട് പാപ്പ. അപ്പൊ ഓടി വിളയാട് പാപ്പ എന്ന ഗാനം രചിച്ച സുബ്രഹ്മണ്യ ഭാരതി സിസ്റ്റർ നിവേദിതയുടെ ശിഷ്യനാണ്. സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ നാമം മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്നാണ്. ഇനി സുബ്രഹ്മണ്യ ഭാരതി എഡിറ്റർ ആയിരുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ ഓർത്തുവെക്കണം. ഒന്ന് ഇന്ത്യൻ എന്നും അടുത്തത് ബാലഭാരതി എന്നുമാണ്. ഇപ്പൊ സുബ്രഹ്മണ്യ ഭാരതി എഡിറ്റർ ആയിരുന്ന പ്രസിദ്ധീകരണങ്ങളിൽ ഇന്ത്യൻ എന്നത് ഒരു വീക്കിലിയും ബാലഭാരതി എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറുമാണ്. ഇപ്പൊ സുബ്രഹ്മണ്യ ഭാരതി എഡിറ്റർ ആയിരുന്ന പ്രസിദ്ധീകരണങ്ങളാണ് ബാലഭാരതി ന്യൂസ് പേപ്പറും ഇന്ത്യൻ വീക്കിലിയും. അതും ഓർത്തു വെക്കാം. ഇനി വിവേകാനന്ദനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഗുരുവിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേര് ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്നാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസറാണ് ശ്രീ വിവേകാനന്ദന്റെ ഗുരു. ഇനി വിവേകാനന്ദനും ശ്രീരാമകൃഷ്ണ പരമഹംസറും 1881 കണ്ടുമുട്ടുന്നത് എന്നും ഓർത്തുവെക്കാം. ഈ വിവേകാനന്ദന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശരിയായ പേര് ഗദാധർ ചാറ്റർജി എന്നാണ്. എന്താണ്? ഗദാധർ ചാറ്റർജി എന്നാണ്. ദക്ഷിണേശ്വറിലെ സന്യാസി എന്നറിയപ്പെടുന്നതും ശ്രീരാമകൃഷ്ണ പരമഹംസറാണ് എന്ന് ഓർത്തുവയ്ക്കുക. ദക്ഷിണേശ്വരിലെ സന്യാസി എന്നറിയപ്പെടുന്നതും ശ്രീരാമകൃഷ്ണ പരമഹംസറാണ്. പരമഹംസരുടെ പ്രധാന ദർശനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനവ സേവയാണ് ഈശ്വര സേവ. അതായത് ഈശ്വരനെ സേവിക്കണമെങ്കിൽ മനുഷ്യനെ സേവിച്ചാൽ മതി. ആവശ്യമുള്ള മനുഷ്യന്മാരെ സേവിക്കുമ്പോൾ അത് ഈശ്വര സേവയായി മാറും എന്ന് പറഞ്ഞത് ശ്രീരാമകൃഷ്ണ പരമഹംസരാണ് എന്ന് ഓർത്തുവെക്കുക. ഇനി നമ്മളെ വിവേകാനന്ദന്റെ ഒരു പ്രതിമ കന്യാകുമാരിയിൽ ഉണ്ട് എന്ന് നമുക്കറിയാം അല്ലെ. അപ്പോ ഇത്രയാണ് വിവേകാനന്ദനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ ആഗമാനന്ദ സ്വാമികൾ ഞാൻ കേരള റിനൈസൻസ് എടുത്തപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അദ്ദേഹം കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ കേരളത്തിലെ വിവേകാനന്ദൻ ആരാണ്? ആഗമാനന്ദ സ്വാമികളാണ്. കാരണം എന്താ? ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരളത്തിലെ സജീവ പ്രവർത്തകനായിരുന്നു ആഗമാനന്ദ സ്വാമി. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരളത്തിലെ സജീവ പ്രവർത്തകനായിരുന്നു ആഗമാനന്ദ സ്വാമി എന്നുള്ളത് കൊണ്ട് ആഗമാനന്ദ സ്വാമിയെ കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് വിളിക്കുന്നു. അപ്പൊ ഇത്രയാണ് ഇന്ന് വിവേകാനന്ദ സ്വാമിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ സംഘടനയെ കുറിച്ചും ഗുരുക്കന്മാരെ കുറിച്ചൊക്കെ പറയാനുള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.